അരിപ്പൊടി ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ട റെഡിയാക്കി എടുത്താലോ. അതിന് വേണ്ടി വേണ്ട അരിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, തേങ്ങ ശർക്കര ഏലക്ക മിക്സ് ചെയ്തൊരു ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ടതിന് ശേഷം വെള്ളം നല്ലപോലെ തിളച്ച് വെള്ളം തന്നെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്ത് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇതാണ്ട് ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മുടെ കൈക്കകത്ത് വെച്ച് നല്ലപോലെ ഉരുട്ടി കണ്ടില്ലേ ഈ ഒരു പരുവത്തിനാക്കി നല്ല സോഫ്റ്റാക്കി നമുക്ക് ഓരോ ഉരുളകളാക്കി റെഡിയാക്കിയെടുക്കാം അല്ലേ. ഇതുപോലെ എല്ലാ ഉരുളകളും റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് വിരലുകൾ ഉപയോഗിച്ച് ചെറിയ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് ഉണ്ടാവും റെഡിയാക്കി നമുക്ക് ഫില്ല് ചെയ്ത് നല്ല ഉരുളകളാക്കി സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഈ ഓരോ ഉരുളകളും വെച്ച് കൊടുത്ത് ആവിയിൽ വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടില്ലേ ഇതുപോലെ നല്ല സെറ്റ് ചെയ്ത് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.